പ്രവാസലോകത്തെ വാർത്തകൾ. കുവൈറ്റ് വ്യോമപാത വീണ്ടും തുറന്നു. വിമാന സർവീസുകൾ സാധാരണ നിലയിലായതായി കുവൈറ്റ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് താൽക്കാലികമായി അടച്ചിട്ട വ്യോമപാത കുവൈറ്റ് വീണ്ടും തുറന്നു. സുരക്ഷ മുൻനിർത്തി ഏർപ്പെടുത്തിയ അടിയന്തര നിയന്ത്രണങ്ങൾ പിൻവലിച്ചതായും രാജ്യത്തെ വിമാന സർവീസുകൾ സാധാരണ നിലയിലായതായും കുവൈറ്റ് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പൂർണ്ണതോതിലാവുകയും വിമാനങ്ങൾ മുൻ നിശ്ചയിച്ച സമയക്രമം അനുസരിച്ച് സർവീസ് ആരംഭിക്കുകയും ചെയ്തു. വിവിധ സുരക്ഷാ ഏജൻസികളുമായി ചേർന്ന് സ്ഥിതിഗതികൾ 24 മണിക്കൂറും നിരീക്ഷിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. പുതിയ സംഭവവികാസങ്ങളുണ്ടായാൽ ഉടനടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. യാത്രക്കാർ ഫ്ലൈറ്റ് സംബന്ധിച്ചോ സർവീസുകളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞയാഴ്ച കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ 1-ാം ടെർമിനലിലുണ്ടായ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് സന്ദർശകർക്ക് ഇനി 48 മണിക്കൂറിനുള്ളിൽ സിംഗിൾ എൻട്രി വിസ ലഭിക്കും. ടൂറിസ്റ്റ് വിസ നടപടികൾ ലളിതമാക്കി. ദുബായ് സന്ദർശിക്കാനുള്ള ടൂറിസ്റ്റ് വിസ നടപടികൾ ലളിതമാക്കി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ്. 48 മണിക്കൂറിനകം ഒറ്റത്തവണ പ്രവേശനത്തിനുള്ള ടൂറിസ്റ്റ് വിസ ലഭ്യമാകുന്നതാണ് പദ്ധതി. രാജ്യാന്തര സന്ദർശകർക്ക് ദുബായിലേക്കുള്ള പ്രവേശന നടപടികൾ കൂടുതൽ ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണ് സിംഗിൾ എൻട്രി വിസ സംവിധാനം നടപ്പിലാക്കുന്നത്. 30 ദിവസത്തെയും 60 ദിവസത്തെയും കാലാവധിയുള്ള ടൂറിസ്റ്റ് വിസകൾ ഇത്തരത്തിൽ ലഭ്യമാണ്. അംഗീകൃത ടൂർ ഓപ്പറേറ്റർമാർ വഴി വിസയ്ക്കായി അപേക്ഷിക്കാം. അപേക്ഷകന്റെ വ്യക്തിഗത ഫോട്ടോ, നിലവിൽ കാലാവധിയുള്ള പാസ്പോർട്ടിന്റെ പകർപ്പ് എന്നിവയാണ് പ്രധാനമായും സമർപ്പിക്കേണ്ടത്. ചില രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ തങ്ങളുടെ സ്വന്തം നാട്ടിലെ ദേശീയ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ് കൂടി സമർപ്പിക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ സേവനങ്ങൾ വിപുലീകരിച്ചും വിസ നടപടികൾ വേഗത്തിലാക്കിയും ആഗോളതലത്തിൽ മുൻനിര വിനോദസഞ്ചാര കേന്ദ്രമെന്ന ദുബായിയുടെ പദവി കൂടുതൽ ശക്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എയർ ഇന്ത്യ എക്സ്പ്രസ് സലാല കോഴിക്കോട് സർവീസ് ജൂലൈ 2 മുതൽ പുനരാരംഭിക്കുന്നു. ആഴ്ചയിൽ 2 ദിവസമാണ് സർവീസ്. സലാലയിലെ പ്രവാസി മലയാളികൾക്ക് ആശ്വാസമേകി എയർ ഇന്ത്യ എക്സ്പ്രസ് കോഴിക്കോട് സർവീസ് പുനരാരംഭിക്കുന്നു. ആഴ്ചയിൽ 2 ദിവസമാണ് സർവീസ്. അതേസമയം സലാലയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള സർവീസ് ജൂലൈ ഷെഡ്യൂളിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ചൊവ്വ, വ്യാഴം ദിവസങ്ങൾ രാവിലെ 11-ന് കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന കോഴിക്കോട് സലാല എയർ ഇന്ത്യ എക്സ്പ്രസ് ഉച്ചയ്ക്ക് 1:05-ന് സലാലയിലെത്തും. സലാലയിൽ നിന്ന് തിരിച്ച് കോഴിക്കോടേക്ക് പുറപ്പെടുന്ന വിമാനം ഉച്ചയ്ക്ക് 2:15-ന് പുറപ്പെട്ട് രാത്രി 7:45-ന് കോഴിക്കോടെത്തും. മസ്കറ്റിൽ നിന്ന് കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ, തിരുവനന്തപുരം സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നുണ്ട്. സലാലയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ 2-ഉം കൊച്ചിയിലേക്ക് 1 സർവീസുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് മുമ്പ് നടത്തിയിരുന്നത്. ഒമാനിലെ സ്കൂൾ വേനലവധിക്കാലമായിട്ടും സലാലയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് അകാരണമായി റദ്ദാക്കിയിരുന്നത് നിരവധി പ്രവാസികളെ വലച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.